ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമുദ്രത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവികളെക്കുറിച്ചാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റിൽ അറിയിക്കുകയും ചെയ്യുക. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വേൾഡ് ഫാക്ട്സ്. 1. ബോക്സ് ജെല്ലിഫിഷ്. ബോക്സ് ജെല്ലിഫിഷ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ കടൽജീവികളുടെ പട്ടികയിൽ ഒന്നാമതാണ്. 51 വ്യത്യസ്ത ഇനം ബോക്സ് ജെല്ലിഫിഷുകൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന്റെ കുത്ത് ജീവൻ ഭീഷണിയാണ്. ചിറോനെക്സ് ഫ്ലെക്കറിയുടെ കുത്ത് 5 മിനിറ്റിനുള്ളിൽ മരണത്തിലേക്ക് നയിച്ചേക്കാം. ചില ജെല്ലിഫിഷുകളിൽ നിന്ന് വ്യത്യസ്തമായി ബോക്സ് ജെല്ലിഫിഷുകൾക്ക് നീന്താൻ കഴിയും. അതിനർത്ഥം അവ ഇരയെ വേട്ടയാടാൻ പ്രാപ്തമാണെന്നും സമുദ്രത്തിലൂടെ വേഗത്തിൽ നീങ്ങാൻ കഴിയുമെന്നുമാണ്. ഭയാനകമായ ഈ ജീവിയുടെ കൂടാരം ചർമ്മത്തിൽ സ്പർശിക്കുമ്പോൾ വിഷനെമറ്റോസിസ്റ്റുകൾ ശരീരത്തിൽ ചേരുകയും അസഹനീയമായ വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. 2. സ്റ്റോൺ ഫിഷ് സനാൻസിയ. ഇന്തോ പസഫിക് മേഖലകളിലെ തീരപ്രദേശങ്ങളിലെ പാറകളിൽ സ്റ്റോൺ ഫിഷ് കാണപ്പെടുന്നു. അവ നമ്മുടെ വിഷജീവികളുടെ പട്ടികയിൽ ഉയർന്നതാണ്. സ്റ്റോൺ ഫിഷ് വളരെ മറഞ്ഞിരിക്കുന്ന മത്സ്യമാണ്. അവയുടെ ഡോർസൽ ഫിൻ നട്ടെല്ലിന്റെ അടിത്തട്ടിൽ നിന്ന് ശക്തമായ ന്യൂറോടോക്സിനുകൾ സ്രവിക്കുന്നു. അവയുടെ വിഷം ഹൃദയസ്തംഭനം, പക്ഷാഘാതം, ടിഷ്യൂ മരണം എന്നിവയ്ക്ക് കാരണമാകുന്നു. ചികിത്സിച്ചില്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ പ്രായപൂർത്തിയായ ഒരാളെ കൊല്ലാനും ഇതിന് കഴിയും. പാറകൾ, കടൽത്തീരങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയ്ക്ക് ചുറ്റും സ്റ്റോൺ ഫിഷുകളെ കാണാൻ സാധ്യതയുണ്ട്. 3. ബ്ലൂ റിംഗ്ഡ് ഒക്ടോപസ്. നീലവലയമുള്ള നീരാളിയെ പസഫിക്കിൽ കാണപ്പെടുന്നു, പ്രാഥമികമായി ഓസ്ട്രേലിയയിലെയും ജപ്പാനിലെയും ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ. വലിപ്പം കുറവുള്ള ഇവർ കൂടുതലും ഞണ്ടും ചെമ്മീനുമാണ് ഭക്ഷിക്കാറുള്ളത്. മിക്ക വിഷമുള്ള കടൽ മൃഗങ്ങളെപ്പോലെ അതിന്റെ മനോഹരമായ വർണ്ണ പ്രദർശനം അകന്നു നിൽക്കാനുള്ള ഒരു മുന്നറിയിപ്പ് അടയാളമാണ്. ഇതിന്റെ വിഷത്തിൽ ടെട്രോഡോഡോക്സിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഉമിനീർ ഗ്രന്ഥികളിലൂടെ പുറത്തുവിടുന്ന ഒരു തരം ന്യൂറോഡോക്സിൻ ആണ്. ഈ വിഷത്തിന് സയനൈഡിനേക്കാൾ 1000 വീര്യം കൂടുതലാണ്. മിനിറ്റുകൾക്കുള്ളിൽ 26 മുതിർന്ന മനുഷ്യരെ കൊല്ലാൻ കഴിയും. നീലവലയമുള്ള നീരാളി വിഷത്തിന് നിലവിൽ ആന്റിവെനം ലഭ്യമല്ലാത്തതിനാൽ ഈ മൃഗം മനുഷ്യർക്ക് അറിയാവുന്ന ഏറ്റവും വിഷമുള്ള കടൽ ജീവികളിൽ ഒന്നാണ്. 4. ബീച്ച് സീ സ്നേക്ക് എൻഹെഡ്രീന സിസ്റ്റോസ. ഇന്ത്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, അറബിക്കടൽ എന്നിവയുടെ തീരങ്ങളിൽ കൊക്കുകളുള്ള കടൽപ്പാമ്പിനെ കാണാം. ഇവയെ ഹുക്ക്മൂക്ക് കടൽ പാമ്പ് എന്നും അറിയപ്പെടുന്നു. ഈ പാമ്പ് ആക്രമണകാരിയല്ലാത്ത ജീവിയാണ്. പ്രകോപനം ഉണ്ടായാൽ മാത്രം ഉപദ്രവിക്കും. കൊക്കുകളുള്ള കടൽപ്പാമ്പിന്റെ വിഷക്കടിയേറ്റാൽ മൂർഖൻ പാമ്പിനേക്കാൾ 8 ഇരട്ടി വിഷാംശമുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലാൻ 1.5 മില്ലിഗ്രാം വിഷം മതിയാകും. അതേസമയം ഒരു പൂർണ്ണ ഡോസ് ഏകദേശം 22 പേരെ കൊല്ലും. വിഷം ശരീരത്തിലെ പേശികളെ ആക്രമിക്കുകയും 24 മണിക്കൂറിനുള്ളിൽ ചികിത്സിച്ചില്ലെങ്കിൽ അസഹനീയമായ വേദനയും മരണവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. കൊക്കുകളുള്ള കടൽപ്പാമ്പിന് 100 മീറ്റർ വരെ ആഴത്തിൽ മുങ്ങാനും മത്സ്യത്തെ വേട്ടയാടുമ്പോൾ 5 മണിക്കൂർ വരെ വെള്ളത്തിനടിയിൽ തുടരാനും കഴിയും. ഈ ജീവി പലപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുകയും അബദ്ധത്തിൽ മനുഷ്യർക്ക് വിഷക്കടി ഏൽക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 5. മാർബിൾഡ് കോൺ സ്നേൽ കോണസ് മാർമോറിയസ്. ഇവ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള കടൽ ജീവികളിൽ ഒന്നാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒകിനാവയിലെ വെള്ളത്തിലും ന്യൂ കാലിഡോണിയയുടെയും സമോവയുടെയും തെക്കുകിഴക്കൻ ഭാഗങ്ങളിലും മാർബിൾഡ് കോൺ ഒച്ചിനെ കാണാം. മാർബിൾഡ് കോൺ ഒച്ചുകൾ അതിന്റെ ഇരയെ പിടിക്കാൻ അതിന്റെ മാരകമായ ഹാർപൂൺ പോലുള്ള പ്രോബോസിസ് ഉപയോഗിക്കുന്നു. ഈ കോൺ ഒച്ചുകളുടെ വിഷം പേശി പക്ഷാഘാതത്തിനും ശ്വാസതടസ്സത്തിനും കാരണമാകുന്നു. കോൺ ഒച്ചുകൾ കുത്തുന്നതിന് നിലവിൽ ആന്റിവെനം ലഭ്യമല്ല. പകരം വിഷാംശം മാറുന്നതുവരെ വിവിധ ചികിത്സകൾ നടത്തുന്നു. 6. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ഫെസാലിയ ഫൈസാലിസ്. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ വളരെ വിഷമുള്ള ഒരു ജീവിയാണ്. അത് പലപ്പോഴും ചുറ്റും പൊങ്ങിക്കിടക്കുകയോ കരയിൽ ഒലിച്ചിറങ്ങുകയോ ചെയ്യുന്നു. ഇത് സാധാരണയായി ഒരു ജെല്ലിഫിഷായി തെറ്റിദ്ധരിക്കപ്പെടുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സൈഫോണോഫോർ അല്ലെങ്കിൽ ഒന്നായി പ്രവർത്തിക്കുന്ന ജീവികളുടെ ഒരു കോളനിയാൽ നിർമ്മിച്ച ഒരു ജീവിയാണ്. 18-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് യുദ്ധക്കപ്പലുകളുമായുള്ള സാമ്യം കൊണ്ടാണ് മാൻ ഓഫ് വാർസ് എന്ന് പേരിട്ടത്. ഈ സിഫോണോഫോറിലെ രണ്ടാമത്തെയും ഉപരിതലത്തിൽ നിന്ന് 165 അടി വരെ നീളമുള്ള കൂടാരങ്ങളുള്ള ജീവിയാണിവ. വിഷം നിറഞ്ഞ നെമറ്റോസിസ്റ്റുകളാൽ പൊതിഞ്ഞ ഈ ടെൻട്രോളുകൾ മത്സ്യങ്ങളെയും ചെറുജീവികളെയും തളർത്തുകയും ഭക്ഷണത്തിനായി അവയെ കൊല്ലുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് അവ അപൂർവമായി മാരകമാണെങ്കിലും എപ്പോഴും വളരെയധികം വേദനയുണ്ടാക്കും. 7. പഫർ ഫിഷ്. ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷ മത്സ്യമാണ് പഫർഫിഷ് അല്ലെങ്കിൽ ബ്ലോഫിഷ്. സാവധാനത്തിലുള്ള നീന്തൽ അവയെ വേട്ടയാടാൻ സാധ്യതയുള്ളതാക്കുന്നതിനാൽ ഭീഷണി നേരിടുമ്പോൾ ഈ മത്സ്യ ഇനത്തിന് സ്വയം വീർത്തുപന്ത് പോലാകാൻ കഴിയും. ഈ മത്സ്യങ്ങളെ വിഷമയമാക്കുന്നത് അവയുടെ ആന്തരികാവയവങ്ങളിലോ ചർമ്മത്തിലോ ഉള്ള ടെട്രോഡോഡോക്സിൻ ആണ്.
ഈ ന്യൂറോഡോക്സിൻ പഫർഫിഷിനെ ഭക്ഷിക്കുമ്പോൾ ദുർഗന്ധം വമിക്കുകയും പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പഫർഫിഷിൽ കാണപ്പെടുന്ന വിഷം സയനൈഡിനേക്കാൾ 1200 മടങ്ങ് കൂടുതൽ വിഷമാണ്. കൂടാതെ കുറഞ്ഞത് 30 മുതിർന്ന മനുഷ്യരെയെങ്കിലും കൊല്ലാൻ കഴിയും. ഈ മത്സ്യത്തെ അവിടെയുള്ള ഏറ്റവും വിഷമുള്ള കടൽ ജീവികളിൽ ഒന്നാക്കി മാറ്റുന്നു. ജപ്പാനിലും പഫർഫിഷ് ഒരു വിഭവമാണ്. വിഷാംശമുള്ള ഫ്യൂഗുവിനെ ലൈസൻസുള്ള ഫുഗു പാചകക്കാർക്ക് മാത്രമേ നൽകാനാകൂ, കാരണം ഇത് തയ്യാറാക്കുന്നതിലെ ഒരു പിഴവ് മരണത്തിന് കാരണമാകും. 8. സ്ട്രൈപ്ഡ് പൈജാമ സ്ക്വിഡ് സിപ്പിയോലോയിഡ ലൈനോലറ്റ. സെഫലോപോഡുകളുടെ വിഷാംശമുള്ള ചുരുക്കം ഇനങ്ങളിൽ ഒന്നാണ് സെബിയോലോയിഡ് ലൈനിയോലറ്റ് അല്ലെങ്കിൽ വരെയുള്ള പൈജാമ കണം. അതിന്റെ പൊതുവായ പേരിന് വിരുദ്ധമായി ഇത് ഒരു ഇനം കട്ടിൽ ഫിഷാണ്. ഒട്ടുമിക്ക കടൽ ജീവികളെയും പോലെ അതിന്റെ തിളക്കമാർന്ന നിറത്തിലുള്ളതും വളരെ വിഷലിപ്തവും ഭക്ഷിക്കുന്നത് അപകടകരവുമാണെന്ന് പറയപ്പെടുന്നു. അതിന്റെ ചർമ്മത്തിന് കീഴിലുള്ള ചെറിയ ഗ്രന്ഥികൾ ടെട്രോഡോഡോക്സിൻ അടങ്ങിയ വിഷ ഉമിനീർ ഉത്പാദിപ്പിക്കുന്നു. വരെയുള്ള പൈജാമ കണവുകൾ ആഴം കുറഞ്ഞ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നു. സാധാരണയായി അവ മണ്ണിലോ ചെളിയിലോ മറഞ്ഞിരിക്കുന്നു. മധ്യ സൗത്ത് ഓസ്ട്രേലിയയിലെ വെള്ളത്തിന്റെ തെക്കൻ ഗ്രേറ്റ് ബാരിയർ റീഫിൽ നിന്ന് ഈ കട്ടിൽ ഫിഷുകളെ കണ്ടെത്താനാകും. 9. ലയൺ ഫിഷ്. കടുവയെപ്പോലെ വരെയുള്ള ലയൺ ഫിഷിന് ഈ പേര് ലഭിച്ചത് അതിന്റെ അലങ്കരിച്ച മേൻ പോലുള്ള മുള്ളുകൾ കൊണ്ടാണ്. അതിന്റെ വിഷം കഠിനമായ വേദനയും അസ്വാസ്ഥ്യവും ഉളവാക്കും മാത്രമല്ല മനുഷ്യർക്ക് മാരകവുമാണ്. തെക്കൻ പസഫിക്കിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും തീരപ്രദേശങ്ങളിൽ ലയൺ ഫിഷ് കാണപ്പെടും. തെക്കുകിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കരീബിയനിലും ഇപ്പോൾ കുതിച്ചുയരുന്ന ഒരു ആക്രമണകാരിയാണിവ. 10. സ്റ്റിംഗ് റേ. സാധാരണയായി സ്റ്റിംഗ് റേകൾ അപകടകാരികളല്ല, എന്നാൽ ഒരു കുത്തേറ്റാൽ അവ മാരകമായേക്കാം. ആഴമില്ലാത്ത വെള്ളത്തിന്റെ മണലിനടിയിൽ അവർ തുളച്ചുകയറുന്നു, ചവിട്ടിയാൽ കുത്താൻ സാധ്യതയുണ്ട്. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖല, ഉപഉഷ്ണമേഖലാ ജലത്തിൽ സ്റ്റിംഗ് റേകൾ സാധാരണമാണ്. ഏകദേശം 220-ൽ പരം സ്പീഷീസുകൾ ഉണ്ട്. ഫ്രണ്ട്സ്, ഭൂമിയിലെ ഏറ്റവും വിഷമുള്ളതും അപകടകരവുമായ സമുദ്രജീവികളിൽ ചിലത് ഇവയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video.